ചെമ്പനിപ്പൂ സീരിയലിന്റെ വരാനിരിക്കുന്ന ഒരു എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിന്റെ വിശേഷങ്ങൾ കേൾക്കാത്തവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഐക്കാർട്ടിലും അതുപോലെ പിൻ കമന്റായിട്ടും കൊടുത്തേക്കാവേ. ബാക്കി വിശേഷങ്ങൾ നോക്കാം. വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ വേണ്ടി ശ്രമിക്കണേ. ചന്ദ്രയും രവിയും തമ്മിലുള്ള പ്രശ്നം തീർക്കാൻ വേണ്ടിയിട്ട് എന്താണ് ഇനി ചെയ്യേണ്ടതെന്നുള്ള കാര്യത്തെക്കുറിച്ച് രേവതി ചോദിക്കുന്ന സമയത്ത് ഇപ്പൊ എന്താ ചെയ്യേണ്ടതെന്നുള്ള കാര്യം തനിക്ക് അറിയില്ല എന്നുള്ള കാര്യം സച്ചി പറയുകയാണേ. അത് കഴിഞ്ഞ് രേവതി ചോദിക്കുന്നുണ്ട്, ഈ കാര്യത്തെക്കുറിച്ച് അച്ഛമ്മയുടെ അടുത്ത് വിളിച്ചു പറഞ്ഞാലോ? അച്ഛമ്മ പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അച്ഛൻ കേൾക്കും. അച്ഛമ്മയുടെ അടുത്ത് ഈ കാര്യം പറയുന്നതിന് മുമ്പായിട്ട് തന്നെ നിന്റെ സ്വർണത്തിന്റെ കാര്യവും പറയേണ്ടി വരും. ആ കാര്യത്തെക്കുറിച്ച് അച്ഛമ്മയുടെ അടുത്ത് പറയേണ്ടെന്ന് നീ തന്നെയല്ലേ പറഞ്ഞതെന്ന് രേവതി ചോദിക്കുമ്പോ അത് ശരി തന്നെയാണ്, ഞാനാ പറഞ്ഞത് വേണ്ട എന്ന്. കാരണം അച്ഛമ്മ ഭയങ്കരമായിട്ട് വിഷമിക്കും. ഇനിയിപ്പോ സച്ചിയേട്ട എന്താ ചെയ്യാ? അമ്മ ആര് വിളിച്ചിട്ടും പുറത്തേക്ക് വരുന്നില്ലല്ലോ. അമ്മ ആര് പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കുന്നു, ആര് വിളിച്ചാൽ പുറത്തേക്ക് വരുന്നുള്ള കാര്യം എനിക്കറിയാന്നുള്ള കാര്യം സച്ചി പറയുന്ന സമയത്ത് ആരെ കുറിച്ചാ പറയുന്നതെന്ന് രേവതി ചോദിക്കുന്നുണ്ട്. ഞാൻ ഫോൺ ചെയ്തിട്ട് അവരുടെ അടുത്ത് ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടി പറയാന്ന് പറഞ്ഞിട്ട് അടുക്കളയിൽ നിന്ന് ഫോൺ ചെയ്യാൻ വേണ്ടിട്ട് സച്ചി പുറത്തേക്ക് പോവാണ്. പിറ്റേ ദിവസം രാവിലെയാണ്. ശ്രുതിയും അതുപോലെ ശ്രുതിയും കൂടി പുറത്തേക്ക് വരുമ്പോഴും ചന്ദ്രമതി കഥക് തുറന്നിട്ടില്ല കേട്ടോ. ഇത് നോക്ക്, ശ്രുതി നേരം വെളുത്തിട്ടും അമ്മ കഥക് തുറന്നില്ല എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് ചെന്നിട്ട് കഥകിന് മുട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഈ ശബ്ദം കേട്ടിട്ട് നമ്മുടെ രവി ഒന്ന് എഴുന്നേറ്റ് തല പൊക്കി നോക്കുന്നതല്ലാതെ മൈൻഡ് ചെയ്യുന്നൊന്നുമില്ലേ. ആന്റി പുറത്തേക്ക് വാ ആന്റി, ഞങ്ങൾക്ക് ഭയം ആവുന്നുണ്ട്, ആന്റി പെട്ടെന്ന് വാ എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി ഭയങ്കര അഭിനയാണ്. ഇവർ വിളിക്കുന്ന ശബ്ദമൊക്കെ കേട്ടുകൊണ്ട് നമ്മുടെ സച്ചിയും രേവതിയും കൂടി അങ്ങോട്ട് വരുന്നുണ്ട്. ഇതെന്താ ഗ്യാപ്പ് ഇട്ടിട്ട് വീണ്ടും തുടങ്ങിയോ എന്നുള്ള കാര്യം സച്ചി ചോദിക്കുകയാണ്. ആര് വിളിച്ചിട്ടും അമ്മ പുറത്തേക്ക് വരുന്നില്ലല്ലോ എന്ന് രേവതി ചോദിക്കുമ്പോ ദാ ഈ ഓടിപ്പോയും ചെയ്ത പണിയല്ലേ, അവൻ തന്നെയല്ലേ അമ്മയെ പുറത്ത് കൊണ്ടുവരേണ്ടത്. അപ്പോഴേക്ക് ശ്രുതിയാണെന്നുണ്ടെങ്കിൽ നീ മിണ്ടി പോരുത്, എല്ലാം നീ കാരണം എന്നുള്ള കാര്യം പറഞ്ഞിട്ട് സച്ചിക്ക് അരികിലേക്ക് ചെല്ലുവാണേ. ഓ, നീ അല്ലെങ്കിലും ഇങ്ങനെയല്ലേ പറയുള്ളൂ, മോഷ്ടിച്ച് സ്വർണം കൊണ്ടുപോയി വിറ്റത് നീയാണ്, ശരിക്കും നിന്റെയും കൈയും കാലും ആയിരുന്നു ഉടച്ചിടേണ്ടത്, നിന്നെ വെറുതെ വിട്ടല്ലോ എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും പിന്നെ വലിയ സ്വർണം 1000 പവനല്ലായിരുന്നു അത്. ഓ പിന്നെ മോഷണം കലയായെടുത്ത ബിസിനസ്മാനെ 1 പവനാണെന്നുണ്ടെങ്കിലും അത് എന്റെ അച്ഛനും അതുപോലെ തന്നെ എന്റെ അമ്മായിയമ്മയും അച്ഛമ്മയും അധ്വാനിച്ച് മേടിച്ച സ്വർണ്ണാണ്, അല്ലാതെ നിന്നെ പോലെ ഫ്രോഡ് പണി ചെയ്തിട്ട് മറ്റുള്ളവരുടെ സ്വർണം എടുക്കുന്നതല്ല. ഇങ്ങനെ പറഞ്ഞിട്ടാണടാ അമ്മയെ നീ അകത്ത് കൊണ്ടേ ഇരുത്തി. അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാലുണ്ടല്ലോ പിന്നെ ഞാൻ എന്താ ചെയ്യാന്നുള്ള കാര്യം എനിക്ക് തന്നെ അറിയില്ല എന്നൊക്കെ ശ്രുതി പറയുമ്പോ, എന്താടാ എല്ലാം നീ എന്റെ നേർക്ക് തിരിച്ച് വിടാൻ വേണ്ടി ശ്രമിക്കാണോ? എല്ലാ ഉടായ്പ പണിയും ചെയ്തത് നീ ഒറ്റൊരുത്തനാണ്. ഇപ്പൊ അമ്മയോടുള്ള സ്നേഹത്തിന്റെ വേഷം കെട്ടുവാണോ നീ എന്റെ മുമ്പിൽ? എനിക്ക് അങ്ങനെ ആരുടെ മുമ്പിലും വേഷം കെട്ടുന്ന കാര്യമൊന്നുമില്ല. എനിക്ക് അമ്മയോടുള്ളത് യഥാർത്ഥ സ്നേഹമാണ്. എന്നാൽ നിനക്കോ കപടമല്ലേ? അമ്മ അവിടെ പോയിരുന്നാലും നീ ജോളിയായിട്ടിരിക്കും. അമ്മയോടുള്ള നിന്റെ സ്നേഹമൊക്കെ വെറും കാപട്യമല്ലേ? അല്ലെങ്കിലും അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നിനക്ക് സന്തോഷമുള്ള കാര്യമാണല്ലോ. എടാ തെറ്റ് ചെയ്തത് നീയാണ്, മര്യാദയ്ക്ക് മിണ്ടാതെ പൊക്കോ എന്നുള്ള കാര്യം പറയുമ്പോൾ ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യുന്നുള്ള കാര്യം ശ്രുതി ചോദിക്കുകയാണ്. എനിക്ക് വരുന്ന ദേഷ്യത്തിന് ഞാൻ അടിക്കുന്നു പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ ഒന്ന് അടിക്കടാ എന്നുള്ള കാര്യം പറഞ്ഞിട്ട് ശ്രുതി സച്ചിക്ക് നേരെ ചെല്ലുമ്പോഴേക്കും നിന്നെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് കോളറിനെ പിടിച്ചിട്ട് അങ്ങ് കൊണ്ടുപോയി അടിക്കാൻ വേണ്ടി പോവാണ്. ആ ശബ്ദം കേട്ടിട്ട് രവി എണീക്കുന്നുണ്ട്. അതുവരെ അവിടെ തന്നെ കിടക്കുമായിരുന്നേ. പക്ഷെ ഇവര് ഇതാക്കുന്നൊന്നും മൈൻഡ് ചെയ്യുന്നൊന്നുമില്ല. ആള് എണീറ്റ് ഇരിക്കുന്നു, കണ്ണടെടുത്തിട്ട് വെക്കുന്നു ഒക്കെ ചെയ്യുന്നുള്ളൂ. അപ്പോഴേക്കും ഇവരുടെ ശബ്ദം കേട്ടിട്ട് ശ്രീകാന്ത് അങ്ങോട്ടേക്ക് ഓടി വരുന്നുണ്ട്. അവർ രണ്ടുപേരും പിടിച്ചു മാറ്റിയിട്ട് നിങ്ങൾ രണ്ടുപേരും തമ്മിൽ എന്തിനാ അടി ഉണ്ടാക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട് എല്ലാം ഇവൻ കാരണമാണെന്ന്. പക്ഷെ ഇതൊന്നും കണ്ടിട്ട് ഒരു അനക്കം പോലും അവരുടെ കാര്യത്തെ കുറിച്ചിട്ട് നോക്കുക അല്ലെങ്കിൽ അവരുടെ അടുത്തേക്ക് പോവുക ഒന്നും ചെയ്യുന്നില്ല കേട്ടോ. രവി ഉറങ്ങി എണീക്കുന്നത് സാധാരണ എന്തൊക്കെയാണോ ചെയ്യുന്നത് ആ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അതെല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ശ്രുതി പറയുന്നുണ്ട് അമ്മ ഇത്ര നേരമായിട്ട് പുറത്ത് വന്നിട്ടില്ല, അമ്മയ്ക്ക് എന്താ സംഭവിച്ചെന്നുള്ള കാര്യം അറിയണ്ടേ എന്നുള്ള കാര്യമൊക്കെ ചോദിക്കുമ്പോഴേക്ക് സച്ചി പറയുന്നുണ്ട് ഇവനെല്ലാം ചെയ്തു വെച്ചിട്ട് അവന്റെ തെറ്റുകളൊക്കെ എന്റെ മേലെ ചാർത്താൻ വേണ്ടി ശ്രമിക്കുകയാണെന്നുള്ള കാര്യം. അത് കേട്ട് ശ്രീകാന്ത് പറയുന്നുണ്ട് ആദ്യം അമ്മ പുറത്ത് വരാനുള്ള വഴി എന്താന്ന് വെച്ചാൽ അത് നോക്കാതെ ചുമ്മാ നിങ്ങൾ രണ്ടുപേരും കൂടി അടി ഉണ്ടാക്കുകയാണോ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട്. ഇതെല്ലാം കേട്ട വർഷ ചോദിക്കുന്നുണ്ട് ഇതെന്തിനാ നിങ്ങൾ ഇത്ര വലിയ സീരിയസ് ആയിട്ടുള്ള കാര്യമാക്കുന്നത്? ആന്റി ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞാൽ പുറത്തേക്ക് വരും എന്നുള്ള കാര്യം പറയുമ്പോഴേക്ക് ശ്രീകാന്തിനൊക്കെ ദേഷ്യം വരുന്നുണ്ട്. പക്ഷേ നീ കുറച്ചു നേരം ഒന്ന് മിണ്ടാതിരിക്കുമെന്ന് ചോദിക്കുകയാണ്. ആദ്യം അമ്മയെ എങ്ങനെയെങ്കിലും പുറത്ത് കൊണ്ടുവരണം, അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യണം. ഇവൻ അമ്മയ്ക്ക് വേണ്ടി ഒന്നും ചെയ്യില്ല എന്നുള്ള കാര്യം ശ്രുതി പറയുമ്പോഴേക്ക് രേവതി പറയുന്നുണ്ട് ഈ വർത്താനൊന്നും നിങ്ങൾ നിർത്തോ എന്നുള്ള കാര്യം. രേവതി നീ എന്താ അങ്ങനെ പറഞ്ഞത്? അല്ലെങ്കിലും ആന്റിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാലും സച്ചി ഒരിക്കലും കെയർ ചെയ്യില്ല എന്നുള്ള കാര്യം ശ്രുതി പറയുന്ന സമയത്ത് നീ അത് ചുമ്മാ നിങ്ങൾ കഥകിന് തട്ടിയിട്ട് വെറുതെ നിൽക്കുന്നത് പോലെ നിൽക്കുമല്ല സച്ചേട്ടൻ ചെയ്തത്. അമ്മ പുറത്തു വരാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണോ ചെയ്യേണ്ടത് അത് ചെയ്തിട്ടാ നിൽക്കുന്നത് എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും പിന്നെ അവൻ ഒലക്ക ചെയ്യും. എല്ലാം കണ്ടിട്ട് സന്തോഷിച്ച് ആഘോഷം കൊണ്ട് നടക്കുമല്ലേ അവൻ, അല്ലാതെ വേറെ എന്താ അവൻ ചെയ്യാന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും അങ്ങോട്ടേക്ക് ബാമ എത്തുന്നുണ്ട്. ബാമ വന്ന ഉടനെ രവിയേട്ട എന്നുള്ള കാര്യം രവിയേട്ട എന്ന് വിളിച്ചുകൊണ്ടാണ് ഉള്ളിലേക്ക് കയറി വരുന്നത്. നീ എന്താ ഈ സമയത്ത് ഇവിടെ എന്നുള്ള കാര്യം രവി ചോദിക്കുന്ന സമയത്ത് ചന്ദ്ര ദേഷ്യത്തിൽ കഥകടിച്ചിരിക്കുക എന്നുള്ള കാര്യം സച്ചി എന്നെ വിളിച്ച് പറഞ്ഞു എന്ന് പറയാണ്. അത് കേട്ട ഉടനെ തന്നെ നമ്മുടെ രവിയാണെന്നുണ്ടെങ്കിൽ സച്ചിയെ ഇങ്ങനെ നോക്കുന്നുണ്ട്. സച്ചി മെല്ലെ തലതാഴ്ത്തുവാണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ശ്രുതിയും അതുപോലെ ശ്രുതിയും പരസ്പരം മുഖത്തോട് മുഖം നോക്കുന്നുണ്ട്. രേവതി പറയുന്നുണ്ട്
സച്ചേട്ടൻ എല്ലാം നോക്കിയും കണ്ട് ചിരിച്ചിരിക്കുകയാണെന്നുള്ള കാര്യമല്ലേ പറഞ്ഞത്. അമ്മയെ കുറിച്ചിട്ട് മറ്റാരേക്കാളും നന്നായിട്ട് സച്ചേട്ടൻ അറിയാം. ആര് വിളിച്ചാലാണ് അമ്മ പുറത്തേക്ക് വരിക എന്നുള്ള കാര്യം സച്ചേട്ടൻ അറിയാം. അതുകൊണ്ടാണ് ബാമാന്റിയെ വിളിച്ചിട്ട് ഫോൺ ചെയ്ത് ഇങ്ങോട്ട് വരാൻ വേണ്ടി പറഞ്ഞത്. എല്ലാവരും ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ എല്ലാം സച്ചി കാരണമാണ് ശ്രുതി പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ബാമ പറയുന്നുണ്ട്, ഇപ്പൊ എല്ലാവരും എല്ലാ കാര്യവും അറിഞ്ഞില്ലേ, സച്ചി വിളിച്ചിട്ട് എല്ലാ കാര്യവും പറഞ്ഞു എന്ന് പറയാണ് കേട്ടോ. അപ്പോഴേക്കും രവി ചോദിക്കുന്നുണ്ട്, അപ്പോ ബാമയ്ക്ക് ഈ കാര്യങ്ങളൊക്കെ നേരത്തെ അറിയായിരുന്നു അല്ലേ എന്നുള്ള കാര്യം. അത് കേട്ട ബാമയാണെന്നുണ്ടെങ്കിൽ ചന്ദ്ര ഒരിക്കലും അങ്ങനെ ചെയ്യാൻ വേണ്ടി പാടില്ലായിരുന്നു, ചെയ്തത് തെറ്റ് തന്നെയാണ്. എന്തായാലും ശ്രുതിക്ക് വേണ്ടിയിട്ടല്ലേ അവൾ അങ്ങനെ ചെയ്തത്, അതിനു വേണ്ടിയിട്ട് നിങ്ങൾ മിണ്ടില്ല എന്നുള്ള കാര്യം പറഞ്ഞില്ലേ, ചന്ദ്രയ്ക്ക് നിങ്ങളോട് ബഹുമാനമൊക്കെ ഉണ്ട് എന്നുള്ള കാര്യം ബാമ പറയുമ്പോഴേക്കും അതൊക്കെ എനിക്ക് നന്നായിട്ട് മനസ്സിലായി എന്നുള്ള കാര്യം രവി, ശ്രുതിക്ക് വേണ്ടിയിട്ടല്ലേ ചന്ദ്ര ഇങ്ങനെയൊക്കെ ചെയ്തത്, മാപ്പ് കൊടുത്തിട്ട് അവളെ ഒന്ന് വിളിക്കാൻ വേണ്ടിയിട്ട് രവിയുടെ അടുത്ത് പറയുകയാണെ ബാമ. അവളോട് എനിക്ക് സംസാരിക്കേണ്ട ഒരാവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് രവി വിളിക്കില്ല എന്ന് മട്ടിൽ തന്നെ സംസാരിക്കുന്നുണ്ട്. അപ്പോഴേക്കും രേവതി വന്നിട്ട് ആന്റി ചെന്നിട്ട് അമ്മയെ വിളിക്കുക, അമ്മ ഉറപ്പായിട്ടും കഥക് തുറക്കുമെന്ന് പറയുമ്പോഴേക്കും ശ്രുതി അരികിലേക്ക് വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ആന്റി വിളിച്ചു കഴിഞ്ഞാൽ എന്തായാലും കഥക് തുറക്കും ആന്റി എന്നുള്ള കാര്യം ശ്രുതിയും പറയാണ്. അങ്ങനെ ബാമ ചെന്നിട്ട് ചന്ദ്രയെ വിളിക്കാണ് കേട്ടോ. കഥകിനെ മുട്ടിയിട്ട്, ചന്ദ്രയെ ഞാൻ ബാമയാണ്, നീ ഇങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങി വാ, നിനക്ക് എന്താ പറ്റിയെന്നുള്ള കാര്യം അറിയാഞ്ഞിട്ട് ഭയത്തോടു കൂടി ഞാൻ കയറി വന്നതാണ്, നീ കഥക് തുറക്കുന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴൊന്നും കഥക് തുറക്കുന്നില്ല. നിന്റെ അടുത്ത് രവിയേട്ടനല്ലേ ചീത്ത പറഞ്ഞതും കാര്യങ്ങളൊക്കെ ചെയ്തത്, നിന്റെ ഭാഗത്തും തെറ്റുണ്ടല്ലോ, നീ കഥക് തുറക്കുക ആദ്യം, ബാക്കി നമുക്ക് സംസാരിച്ച് ശരിയാക്കാം. അങ്ങനെ ബാമ വിളിക്കുമ്പോഴും ശബ്ദമൊന്നും കേൾക്കുന്നില്ലല്ലോ ആന്റി, ശബ്ദമൊന്നും കേൾക്കുന്നില്ലല്ലോ, അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവോ, അമ്മ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവോ, എന്തായാലും ശ്രീകാന്തേ വാ നമുക്ക് കഥക് പൊളിക്കാം എന്നുള്ള കാര്യം പറഞ്ഞിട്ട് സുധി അങ്ങ് ചെന്നിട്ട് കഥകിനങ്ങ് മുട്ടുവാണ് കേട്ടോ ഷോൾഡറിനോണ്ട്. അപ്പോഴേക്കും അയ്യോ എന്ന് പറഞ്ഞ് നിൽക്കുന്നുണ്ട്. പിന്നെ ഇവൻ വലിയ അർണോൾഡ് അല്ലേ, കഥക് അങ്ങ് ചെന്ന് പൊളിക്കാൻ വേണ്ടിയിട്ട് ചുമ്മാ മിണ്ടാതെ ഇവിടെ അങ്ങനെ വന്ന് നിക്കടാ എന്ന് പറയണേ സച്ചി. ചന്ദ്ര അങ്ങനെ ഒന്നും ചെയ്യില്ല, നീ അങ്ങോട്ട് മാറി നിക്കടാ എന്ന് പറഞ്ഞിട്ട് സുധിയെ പിടിച്ച് മാറ്റുവാണേ. ചന്ദ്രയെ നീ ഉള്ളിന്ന് പുറത്തേക്ക് വരണ്ട, ഞാൻ ഉള്ളിലേക്ക് വരാം, പക്ഷെ നീ കഥകൊന്ന് തുറക്ക്, ചന്ദ്രയെ പുറത്തു വാ എന്ന് പറഞ്ഞിട്ട് ബാമ ഇങ്ങനെ വിളിക്കുമ്പോഴേക്കും കഥകിന്റെ കുറ്റി തുറക്കുന്നുണ്ട് കേട്ടോ. ആ കുറ്റി തുറന്നിട്ടുണ്ട്. കഥക് തുറന്നിട്ട് ബാമയുടെ കൈ അങ്ങ് പിടിച്ച് വലിക്കുകയാണ് കേട്ടോ ചന്ദ്ര ഉള്ളിലേക്ക്. ചന്ദ്രയെ പുറത്തുള്ള ആൾക്കാർ കാണരുതെന്ന് വിചാരിച്ചിട്ട്, പക്ഷെ കഥക് ചെറുതായിട്ട് തുറന്നുകൊണ്ട് ബാമയ്ക്ക് കുറച്ച് ബുദ്ധിമുട്ടാവുന്നുണ്ട്. എന്തായാലും ഞാൻ ഉള്ളിൽ പോയി സംസാരിച്ചിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് ഉള്ളിലേക്ക് അങ്ങ് കയറുവാണ്. ബാമ കയറി ഉടനെ തന്നെ ഡോർ വീണ്ടും ലോക്ക് ചെയ്യുന്നുണ്ട്. അത് കണ്ട സുധി ചോദിക്കുന്നുണ്ട്, ഇതെന്താ ബാമാന്റെയും കൈനകത്ത് കയറി കണ്ട് അടച്ചിരുന്നു എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ, എന്തായാലും ആന്റിക്കൊന്നും പറ്റിയില്ലല്ലോ, അതുകൊണ്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം, ആന്റി പുറത്തേക്ക് വരും എന്നുള്ള കാര്യം പറയണേ ശ്രുതി. റൂമിൽ സംസാരിക്കുന്ന സമയത്ത് ബാക്കി എല്ലാവരും പുറത്ത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രവിയാണെന്നുണ്ടെങ്കിൽ ഇതൊന്നും ശ്രദ്ധിക്കാതെ ഫോണിൽ എന്തൊക്കെയോ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ശ്രുതിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, അല്ല ശ്രുതി ഇത്രയും നേരമായിട്ട് അമ്മ എന്താ പുറത്ത് വരാത്ത എന്നുള്ള കാര്യം. ആന്റി പുറത്ത് വരും, ബാമ ആന്റി ചിലപ്പോൾ സംസാരിച്ച് കൺവിൻസ് ചെയ്യായിരിക്കും എന്നുള്ള കാര്യം പറയണേ. വെയിറ്റ് ചെയ്ത് മടുത്തിട്ട് വർഷ പറയുന്നുണ്ട്, ശ്രീകാന്തെ ഞാന് ഉള്ളിൽ പോയിട്ട് കിടന്നുറങ്ങട്ടെ, എനിക്ക് ഭയങ്കര ക്ഷീണമുണ്ടെന്ന് പറയാണ്. അപ്പോഴേക്കും പോകുന്ന വർഷയെ ശ്രീകാന്ത് തടഞ്ഞു നിർത്തുന്നുണ്ട്. ആന്റി സംസാരിച്ചുകൊണ്ടിരിക്കല്ലേ, ഇപ്പൊ പുറത്ത് വരും എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും ചെറിയൊരു കാര്യത്തിന് എന്തിനാ ഫാമിലിയിലുള്ള എല്ലാവരും കൂടി ചേർന്നിട്ട് ഇങ്ങനെ ഡ്രാമ കളിക്കുന്നതെന്നാണ് കേട്ടോ വർഷ ചോദിക്കുന്നത്. അത് കഴിഞ്ഞ് രേവതി സച്ചിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് കേട്ടോ, അമ്മ എന്താ ഇത്രയും നേരമായിട്ട് പുറത്ത് വരാത്ത എന്നുള്ള കാര്യം. എന്തായാലും ബാമാന്റി വന്ന് വിളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ റെസ്പോണ്ട് ചെയ്യുന്നുള്ള കാര്യം ഞാൻ പറഞ്ഞില്ലേ, ശരിയാണ്, അച്ഛനാണെന്നുണ്ടെങ്കിൽ ഒന്നും സംസാരിക്കില്ല എന്നുള്ള മട്ടിൽ നോക്കി നിൽക്കുകയാണ്. ഇനിയിപ്പോ എന്തായിരിക്കും നടക്കാൻ വേണ്ടി പോകുന്നതെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ നോക്കാം എന്താ നടക്കുന്നതെന്നുള്ള കാര്യം സച്ചിയും പറയാണേ. അത് കഴിഞ്ഞിട്ട് ബാമ കഥക് തുറക്കാനുണ്ട്. ചന്ദ്രയുടെ അടുത്ത് എത്ര പറഞ്ഞിട്ടും കേൾക്കുന്നില്ലെന്ന് തോന്നുന്നു. അതുകൊണ്ട് ബാമ പറയുന്നുണ്ട്, ശരി ചന്ദ്രയെ നീ പുറത്തോട്ടൊന്നും വരണ്ട, ഞാൻ പോട്ടെ, കൈ തായെന്ന് പറഞ്ഞിട്ട് ഷേക്കാൻ്റെ കൊടുക്കുവാണ് കേട്ടോ. കൊടുത്ത ഉടനെ തന്നെ ബാമയാണെന്നുണ്ടെങ്കിൽ റൂമിൽ നിന്ന് പുറത്തേക്ക് അങ്ങ് പിടിച്ചു വലിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോഴേക്കും ചന്ദ്ര എല്ലാവരുടെ മുമ്പിലേക്കാണ് ചെന്ന് നിൽക്കുന്നത്. ചന്ദ്ര കണ്ട ഉടനെ തന്നെ രവിയാണെന്നുണ്ടെങ്കിൽ മുഖം അങ്ങ് തിരിച്ചു നിൽക്കുന്നുണ്ട്. അങ്ങനെ ആ സീന് കണ്ടിട്ട് വർഷ പറയുന്നുണ്ട്, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എന്തോ സംഭവം നടക്കാൻ വേണ്ടി പോകുന്നുണ്ട് എന്നുള്ള കാര്യം തോന്നുന്നു വർഷ പറയുമ്പോഴേക്കും, ശ്രീകാന്ത് നിനക്കല്ലേ ഉറക്കം വരുന്നുണ്ട് എന്നുള്ള കാര്യം പറഞ്ഞത് പോയി കിടന്ന് ഉറങ്ങിക്കോ എന്ന് പറയണേ. നിക്ക് ശ്രീകാന്ത് എന്താ പറയാൻ വേണ്ടി പോകുന്നുള്ള കാര്യം കേട്ടിട്ട് പോവാന്ന് വർഷ. ചന്ദ്ര കണ്ട ഉടനെ തന്നെ നമ്മുടെ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ അമ്മ എന്താ ഇങ്ങനെയൊക്കെ ചെയ്ത അമ്മ എന്നുള്ള കാര്യം പറഞ്ഞിട്ട് അങ്ങ് കെട്ടിപ്പിടിക്കാൻ ചെല്ലുമ്പോഴേക്കും ഒരൊറ്റ തള്ളാണ് കേട്ടോ സുധിയെ. ചന്ദ്ര നീ പോയിട്ട് രവിയേട്ടനടുത്ത് സംസാരിക്കുന്ന ബാമ പറയുമ്പോ അവരല്ലേ എന്റെ അടുത്ത് പറഞ്ഞത് സംസാരിക്കുന്നില്ല എന്നുള്ള കാര്യം. അപ്പോഴേക്കും ബാമയാണെന്നുണ്ടെങ്കിൽ ചന്ദ്രയെ പിടിച്ചിട്ട് രവിക്ക് അരികിലേക്ക് കൊണ്ട് നിർത്തുന്നുണ്ട്. എന്നിട്ട് ബാമ രവിയോട് പറയുന്നുണ്ട്, നിങ്ങൾ രണ്ടുപേരെന്താ കുഞ്ഞു പിള്ളേരെ മാതിരി മിണ്ടാതിരിക്കുന്നത്, ചന്ദ്ര ചെയ്ത കാര്യങ്ങളെല്ലാം തെറ്റ് തന്നെയാണ്, സുധിയോട് അവൾക്കൊരു പ്രത്യേക സ്നേഹമുണ്ടല്ലോ, അതിന്റെ പേരിലാണ് അവൾ അങ്ങനെയൊക്കെ ചെയ്തതെന്നുള്ള കാര്യമൊക്കെ ബാമ പറയുമ്പോഴേക്കും അത് തന്നെയാണ് ആന്റി ഏറ്റവും വലിയ തെറ്റ്. കണ്ണൂർ ജയിലിൽ എത്ര ക്രിമിനൽസ് ഉണ്ടെന്നുള്ള കാര്യം അറിയില്ല, പക്ഷെ അവർ ചെയ്യുന്ന എല്ലാ കാര്യം ഇവൻ ഒരൊറ്റൊരുത്തം ചെയ്യും. അത്രയും വലിയ ക്രിമിനലായ ഇവനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പോയിട്ട് ഇതാ ഇവരും ആ ലിസ്റ്റിൽ പെട്ടു എന്നുള്ള കാര്യം സച്ചി പറയുന്നുണ്ട്. സച്ചി നീ എന്തിനാ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നുള്ള കാര്യം ശ്രുതി ചോദിക്കുമ്പോഴേക്കും എന്താ പൗഡർ എടുത്തി ഇല്ല എന്നുള്ള കാര്യമാണോ നീ പറയാൻ വേണ്ടി പോകുന്നത്, അന്ന് നീ എന്തോ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, നിങ്ങളുടെ പണം എടുത്തിട്ടാണ് ഓടിപ്പോയത്, ഇവനാണ് പറ്റിക്കപ്പെട്ട് നിൽക്കുന്നത് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ. ഇപ്പോ ഇവൻ ഞങ്ങളെയല്ലേ പറ്റിച്ചത്, അത് ശ്രുതി എന്തോ അറിയാതെ ചെയ്തു പോയതെന്നുള്ള കാര്യം ശ്രുതി പറയുമ്പോഴേക്കും എന്നുള്ള കാര്യം സച്ചി പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും രേവതി ചോദിക്കുന്നുണ്ട് കേട്ടോ, എന്താണ് അറിയാണ്ട് ചെയ്തത്, സ്വർണ്ണം എടുത്തോണ്ട് പോയിട്ട് കവറിംഗ് ആക്കി വെച്ചു, ഇങ്ങനെ ഒരു പ്രശ്നം നിങ്ങളുടെ കടയിൽ നടന്നു എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ തന്നെ അമ്മയുടെ അടുത്ത് എടുത്ത് കൊടുത്തോളാൻ വേണ്ടി പറയുമായിരുന്നു. എന്നാൽ മറിച്ച് എല്ലാ കാര്യങ്ങളും അറിഞ്ഞുകൊണ്ട് ചെയ്തിട്ട് പഴയ എന്റെ വീട്ടുകാരെ
അവരുടെ മേലെ ഇടാൻ വേണ്ടി ശ്രമിച്ചില്ലേ? ഇതാണോ അറിയാണ്ട് ചെയ്തത്? തുടർന്ന് വർഷ പറയുന്നുണ്ട് കേട്ടോ, രേവതി ചേച്ചി ഇവരാണ് തെറ്റ് ചെയ്തത്, പക്ഷെ പഴിയിടാൻ വേണ്ടി ശ്രമിച്ചത് ആന്റി അല്ലേ, അപ്പോ ആന്റിയുടെ മേലും പകുതി തെറ്റുണ്ട്. പക്ഷേ ആ കാര്യങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞിട്ട് ഓൾറെഡി സുധിയേട്ടനെ അടിയിട്ട് വിളിച്ചില്ലേ എന്നുള്ള കാര്യം പറയാണ്. ഇപ്പൊ എന്തിനാ നീ അതിനെക്കുറിച്ച് വീണ്ടും സംസാരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അതിനൊരു സൊല്യൂഷൻ വേണ്ട ശ്രീകാന്ത്. തുടർന്ന് ഭാമ പറയുന്നുണ്ട്, എല്ലാവരും ഒന്ന് കുറച്ചു നേരത്തേക്ക് മിണ്ടാതിരിക്കോ. ഇത് നോക്ക് രവിയേട്ടാ, നിങ്ങൾ രണ്ടുപേരും മുതിർന്ന ആൾക്കാരാണ്. നിങ്ങൾ തന്നെ ഈ വീട്ടിൽ അടിയുണ്ടാക്കാൻ വേണ്ടി തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പിള്ളേരുടെ കാര്യം എന്തായിരിക്കും? ചന്ദ്ര ചെയ്ത തെറ്റ് മാപ്പ് കൊടുത്തിട്ട് അവളടുത്ത് സംസാരിക്കുക എന്നുള്ള കാര്യം രവിയുടെ അടുത്ത് അപേക്ഷിക്കുകയാണ് നമ്മുടെ ഭാമ. ഇത്രയൊക്കെ ഭാമ പറയുന്നുണ്ടെങ്കിലും ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ ഒരു കോഴ്സിലും ഇല്ലാതെ രവിയുടെ മുഖത്ത് പോലും നോക്കാതെ ഭയങ്കര ഗൗരവത്തിൽ അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുവാണ്. അത് കണ്ട സച്ചി പറയുന്നുണ്ട്, മാപ്പ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം അച്ഛൻ്റെ അടുത്ത് ചന്ദ്രമതിയുടെ അടുത്ത് മാപ്പ് പറയാൻ വേണ്ടിയിട്ട് പറയാണ്. അതല്ല അവള് ചോദിക്കും, ചന്ദ്രേ നീ രവിയുടെ അടുത്ത് മാപ്പ് പറയുന്നുള്ള കാര്യം പറയുമ്പോഴേക്കും ഞാൻ മാപ്പ് പറയണമെന്നുള്ള മട്ടിലാണ് കേട്ടോ നോട്ടം. ആ നോട്ടം കാണുമ്പോഴേക്കും ഭാമ പറയുന്നുണ്ട്, എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നീ ചെയ്തത് തെറ്റ് തന്നെയാണ്, അതുകൊണ്ട് രവിയുടെ അടുത്ത് നീ മാപ്പ് ചോദിക്കുക. കേട്ട ഉടനെ തന്നെ രവി പറയുന്നുണ്ട്, മാപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആരാണ്? അല്ലെങ്കിലും ഇവള് ഈ വീട്ടിൽ എനിക്ക് ഒരു മര്യാദയും തരുന്നില്ലല്ലോ, അതുകൊണ്ട് മാപ്പ് ചോദിക്കുന്നത് ആരെടുത്താണോ അവരുടെ അടുത്ത് ചോദിക്കാൻ വേണ്ടി പറ. രവിയേട്ടൻ ആരോട് മാപ്പ് ചോദിക്കാനാ പറയുന്നതെന്നുള്ള കാര്യം ഭാമ ചോദിക്കുമ്പോൾ, ഒരു അമ്മയാണെന്നുണ്ടെങ്കിൽ മക്കള് തെറ്റ് ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാല് അവരെ ശിക്ഷിച്ച് ആ തെറ്റ് തിരുത്തണം. എന്നാൽ ഇവളാണെന്നുണ്ടെങ്കിൽ അവൻ ചെയ്ത തെറ്റിന് സപ്പോർട്ട് ചെയ്യുകയും അത് പോരാത്തതിന് ഒരു തെറ്റും ചെയ്യാത്ത ഒരു പാവം പെൺകുട്ടിയെയും അതുപോലെ തന്നെ അവരുടെ കുടുംബത്തിന്റെ മേലെയും പഴിയിടാൻ വേണ്ടി ശ്രമിച്ചില്ലേ? മാപ്പ് ചോദിക്കുകയാണെങ്കിൽ ആദ്യം ഇവള് രേവതിയുടെ അടുത്ത് മാപ്പ് ചോദിക്കണം. അത് കേട്ട ഉടനെ തന്നെ ചന്ദ്രമതിയുടെ മുഖഭാവം അതൊന്ന് കാണേണ്ടതാണ്. എന്നിട്ട് ഭദ്രകാളിയെ പോലെ നമ്മുടെ രേവതി ഒരു നോട്ടം നോക്കുന്നുണ്ട് ചന്ദ്ര. അതില് ഭാമേ ഇവരെന്താ ഈ പറയുന്നത്? ഇവളടുത്ത് ഞാൻ മാപ്പ് ചോദിക്കണമെന്നോ? അല്ലെങ്കിലും ആന്റി അത് ശരി തന്നെയാണല്ലോ, സച്ചേട്ടനൊന്നും മിണ്ടാതിരുന്ന എന്നുള്ള കാര്യം രേവതി പറയുമ്പോഴേക്കും, അല്ല രേവതി, ഇവര് സ്വർണ്ണം എടുത്ത് മാറ്റിയിട്ട് നിന്റെ അമ്മ മാറ്റിയിട്ടായിരിക്കും തന്നിട്ടുണ്ടാവുക, അല്ലെങ്കിൽ നിന്റെ അനിയൻ മോഷ്ടിച്ചിട്ടുണ്ടാകും. അത് പോരാത്തതിന് എന്റെ അച്ഛമ്മ തന്നത് റോൾഡ് ഗോൾഡ് ആണെന്ന് വരെ ഇവര് പറഞ്ഞില്ല. ഇങ്ങനെ എല്ലാം മാറ്റി സംസാരിച്ചല്ലേ എന്നൊക്കെ പറയുമ്പോഴേക്കും എന്ന് കരുതിയിട്ട് അമ്മ രേവതിയുടെ അടുത്ത് മാപ്പ് ചോദിക്കണോ എന്നുള്ള കാര്യം ചോദിച്ചിട്ട് ശ്രുതി വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നീ മാപ്പ് ചോദിക്കടാ, നീയല്ലേ ക്രിമിനൽ നമ്പർ 1. അത് കേട്ട ഉടനെ തന്നെ ശ്രുതിയാണെങ്കിൽ വന്ന് ചോദിക്കുന്നുണ്ട്, ശ്രുതി എന്തിനാണ് രേവതിയുടെ അടുത്ത് മാപ്പ് ചോദിക്കുന്നത്? അതാണല്ലോ പാർലർത്തി നാടിന്റെ വഴക്ക്. തെറ്റ് ചെയ്തത് ആരാണെങ്കിലും ഏത് പ്രായത്തിലുള്ള ആളാണെന്നുണ്ടെങ്കിലും മാപ്പ് ചോദിക്കണം. അപ്പോഴേക്കും ഭാമ ചോദിക്കുന്നുണ്ട് കേട്ടോ, രവിയേട്ടാ അവള് നിങ്ങളടുത്ത് മാപ്പ് എന്ന് പറഞ്ഞപ്പോഴേക്കും എന്റെ സ്വർണ്ണം ആരും എടുത്തിട്ടില്ലല്ലോ. ഒരു തെറ്റിന്റെ ശിക്ഷ എന്നുള്ള രീതിയിൽ നമ്മൾ പറയുന്നത് അവര് ചെയ്ത തെറ്റ് അംഗീകരിക്കുകയും അത് പോരാത്തതിന് ഇനി ഒരിക്കലും ആ തെറ്റ് ആവർത്തിക്കില്ല എന്നുള്ള ഒരു കാര്യം പറയുകയും വേണം. ഇപ്പോ മാപ്പ് ചോദിക്കാൻ വേണ്ടി പറ്റോ ഇല്ലയോ എന്നുള്ള കാര്യം രവി ചോദിക്കുമ്പോൾ അപ്പോഴേക്കും അച്ഛ എന്തിനാണ് അമ്മ എന്റെ അടുത്ത് മാപ്പ് ചോദിക്കുന്നത് എന്നുള്ള കാര്യം ചോദിച്ച് രേവതി വരുന്നുണ്ട്. അപ്പോഴേക്കും രേവതിക്ക് നേരെ ചെല്ലുവാണ് ചന്ദ്ര, എന്താടി നീ നാടകം കളിക്കുകയാണ്? ഇങ്ങനെ ഒരു കാര്യം നടക്കാൻ വേണ്ടിയിട്ടല്ലേ നീ സ്വപ്നം കണ്ട് നടന്നിട്ടുണ്ടായിരുന്നത്? അമ്മ ഞാൻ എന്തിനാ അങ്ങനെയൊക്കെ പറയുന്നത് രവി ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും ബാമേ എന്തിനാണ് നിന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തി എന്നുള്ള കാര്യം മനസ്സിലായോ? ഇതൊന്നും ഇവരായിട്ട് പറയുന്നതല്ല, ഇവരെ കൊണ്ട് പറയിപ്പിക്കുന്നതാണ്. അത് കേട്ട സച്ചിയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിലും ആന്റി എന്തിനാണ് അച്ഛനെ കൊണ്ട് അങ്ങനെ പറയിപ്പിക്കുന്നത്? അച്ഛന് ന്യായം എന്താ നീതി എന്താന്നുള്ള കാര്യം നന്നായിട്ട് അറിയാം. അച്ഛന്റെ മനസാക്ഷിക്ക് ശരി എന്നുള്ള കാര്യം തോന്നുന്നതാണ് അച്ഛൻ പറയുന്നത്. ഇത് കേട്ട വർഷ പറയുന്നുണ്ട്, അങ്കിള് പറഞ്ഞത് ശരി തന്നെയാണ്. സുധിയേട്ടന് വേണ്ടിയിട്ടാണല്ലോ ആന്റി ഒരു തെറ്റ് ചെയ്തത്. അപ്പോ അങ്കിള് പറഞ്ഞതുപോലെ രേവതി ചേച്ചിന്റെ അടുത്ത് ആന്റി മാപ്പ് പറയുക തന്നെ വേണം. അതുകൂടി കേൾക്കുമ്പോഴേക്കും ചന്ദ്രയ്ക്കാണെന്നുണ്ടെങ്കിൽ രേവതിയോടുള്ള ദേഷ്യം കൂടാണ്. ഇപ്പൊ നിനക്ക് സന്തോഷായോടി? എല്ലാവരും എനിക്ക് നേരെ തിരിച്ചപ്പോ ഇപ്പൊ നിനക്ക് നല്ല ഐസ് കെട്ടി എടുത്ത് തലയിൽ വെച്ചതുപോലെ ഉണ്ടാകുമല്ലോ. അമ്മ വിചാരിക്കുന്നത് പോലെ ഒന്നുമില്ല. ഞങ്ങളുടെ സ്വർണ്ണം എന്താ ആയെന്നുള്ള കാര്യം അറിയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തത്, അല്ലാതെ അമ്മയെ കൊണ്ട് മാപ്പ് പറയിക്കാൻ വേണ്ടിയിട്ടല്ല. അപ്പോഴേക്കും ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ നിന്റെ മനസ്സിലിരിപ്പ് എന്താണെന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം. ഇത്രയും ആളുകളുടെ മുമ്പിൽ വെച്ചിട്ട് ഞാൻ നിന്റെ കാല് പിടിക്കുന്നു വിചാരിച്ചോടി നീ? ഞാൻ ചന്ദ്രയാണ്, ഒരുത്തിയുടെ മുമ്പിൽ ഞാൻ ഇറങ്ങി പോവില്ല. മാറി നിൽക്കുന്നുണ്ട്. അപ്പോഴേക്കും ഇവളുടെ ഈ അഹങ്കാരത്തിന് എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല. നീ എനിക്കറിയേണ്ട ഒരേ കാര്യമുള്ളൂ, ഇവള് രേവതിയുടെ അടുത്ത് മാപ്പ് ചോദിക്കോ ഇല്ലയോ എന്നുള്ള കാര്യം. ഇത് കേട്ട ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ രേവതിന് അരികിലേക്ക് ചെല്ലുന്നത് പോലെ ചെന്നിട്ട് പറയുന്നുണ്ട്, ബാമേ എന്റെ ശരീരത്തിൽ ജീവൻ ഉള്ളിടത്തോളം കാലം അങ്ങനെ ഒരു സംഭവം നടക്കില്ല. അത് കഴിഞ്ഞിട്ട് നമ്മുടെ രേവതിക്ക് അരികിലേക്ക് ചെന്നിട്ട് പറയുന്നുണ്ട്, നിന്റെ സ്വർണ്ണം എടുത്തത് കൊണ്ടല്ലേ ഇത്രയും ആൾക്കാരുടെ മുമ്പിൽ വെച്ചിട്ട് എന്നെ നാണം കെടുത്തുന്നത്? നീ വലിയ സ്വർണ്ണല്ലേ നിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നത്, കാലണക്കി കൊള്ളില്ലാത്ത സ്വർണം എന്ന് പറഞ്ഞിട്ട് കയ്യിലുള്ള സ്വർണ്ണമൊക്കെ ഊരിയും കണ്ട് നമ്മുടെ രേവതിയുടെ മുഖത്തേക്ക് അങ്ങ് വലിച്ചെറിഞ്ഞു കൊടുക്കുകയാണ് ചന്ദ്ര. അതങ്ങ് കാണുമ്പോഴേക്ക് രവി അങ്ങ് ഇരുന്നോടുന്ന ഒരു ഒറ്റ എണീക്കാണ്. അത് കണ്ട ഉടനെ തന്നെ നമ്മുടെ സച്ചി പറയുന്നുണ്ട് കേട്ടോ, ആന്റി ഞാൻ സമാധാനത്തിൽ നിൽക്കുന്നത് വേറൊന്നുണ്ടല്ല, ഇത് വേറെ ആരെങ്കിലും ചെയ്തെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ എന്ന് പറയുമ്പോഴേക്കും എന്താണ് നീ എന്റെ തല എടുത്തോ, പക്ഷെ നിന്റെ ഭാര്യയുടെ കാലിൽ വീഴുന്നുള്ള കാര്യം നീ മനസ്സിൽ പോലും വിചാരിക്കണ്ട. അങ്ങനെ ചന്ദ്രയുടെ പ്രവൃത്തിയെല്ലാം കാണുമ്പോഴേക്കും നമ്മുടെ രവി പറയുന്നുണ്ട്, മാമേ മക്കളുടെ മുമ്പിൽ വെച്ച് ഇവളെ അടിക്കരുതെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇപ്പൊ ഇവിടെ ഇറങ്ങി നിൽക്കുന്നത്. ഇപ്പൊ ചെയ്ത കാര്യത്തിനും കൂടി ചേർത്തിട്ട് വേണം രേവതിയുടെ അടുത്ത് മാപ്പ് ചോദിക്കാൻ. അത് കേട്ട ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ എന്നെ അടിച്ചു കൊല്ലാൻ വേണ്ടി പറ ബാമേ, എന്നാലും ഈ ജന്മത്തിലെ ഈ പൂക്കിട്ടുന്നവളുടെ അടുത്ത് ഞാൻ ഒരിക്കലും മാപ്പ് ചോദിക്കില്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും റൂമിലേക്ക് കയറി പോകും.